FJ is not considered as a luxury car. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലക്ഷറി ഫീൽ അല്ല ഇതിൽ കിട്ടുന്നത്. പക്ഷെ ഒരു ഓഫ് റോഡ് ആയതുകൊണ്ട് ഒരു തനി റഗഡ് ലുക്കുള്ള ഒരു ഇന്റീരിയർ ഇതിനുള്ള, എസ്പെഷ്യലി ഓൺ ദ സെന്റർ കൺസോൾ. സെന്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്ന അലൂമിനിയം ടൈപ്പ് ഓഫ് ഫിനിഷ്, പിന്നെ നമ്മൾ അലൂമിനിയത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഷീറ്റ് നമ്മൾ ബസ്സിലെല്ലാം കാണാറുണ്ട്. അങ്ങനത്തെ ഒരു ഫിനിഷാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡോറിന്റെ പാഡിലും എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫിനിഷ് ശരിക്കും പറഞ്ഞാൽ ഒരു റഗഡ് ടൈപ്പ് ഓഫ് ലുക്കാണുള്ളത്. പിന്നെ ഇതിന്റെ ഡാഷ്ബോർഡെല്ലാം തന്നെ വളരെ സിമ്പിളും ഒരു പേർപ്പസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പുള്ള ഒരു ഡാഷ്ബോർഡ് ഉള്ളത്. കാരണം വളരെ വലിയൊരു ഡാഷ്ബോർഡ്, പിന്നെ ചെറിയൊരു ഗ്ലാസ് ആണ്. പിന്നെ അതിൽ വേറൊരു അട്രാക്ഷൻ ഉള്ളത് 3 വൈപ്പേഴ്സ് ആണ് ഇതിൽ വരുന്നത്. കാരണം ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് 2 വൈപ്പേഴ്സിൽ ഫുള്ളും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 വൈപ്പേഴ്സ് ചില വലിയ ട്രക്സിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഇന്റീരിയർ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടോപ്പിലായിട്ട് ഒരു റൗണ്ട് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഈ AC വെന്റ്സ് വന്നിരുന്നത്. അതിനും ഒരു റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. AC വെന്റ് സ്ക്വയർ ആണെങ്കിലും ഒരു റൗണ്ട് ഒരു പോർഷൻ ആയിട്ട് വന്നിട്ടില്ല. സെൻട്രലായിട്ട് ക്ലോക്ക് ഉണ്ട്. അതിന്റെ ടോപ്പിലായിട്ട് ഓഫ് റോഡിങ്ങിൽ ഓഫ് റോഡ് വെഹിക്കിൾസിൽ സാധാരണക്കാരന കോമ്പസ്, പിന്നെ മറ്റേ ലെവൽ കാണിക്കുന്നത്, പിന്നെ ഔട്ട് സൈഡ് ടെമ്പറേച്ചർ, ഇതെല്ലാം കാണിക്കുന്ന ഒരു മൂന്ന് റൗണ്ട് ആയിട്ടുള്ള മീറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം തന്നെ ഒരു റഗഡ് ലുക്ക് നൽകുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഒരു റൗണ്ട് ഒരു പാറ്റേൺ ഓഫ് സ്വിച്ചസ് ആണ് ഇതിലെല്ലാം ഉള്ളത്. ഇപ്പോൾ ഹസാർഡ് സ്വിച്ച് ആവട്ടെ, പിന്നെ ബാക്കി പാസഞ്ചർ ബെൽറ്റ് കാണിക്കുന്ന നോട്ടിഫിക്കേഷൻ ആവട്ടെ, പിന്നെ സ്റ്റീരിയോന്റെ സിസ്റ്റം, ഇതെല്ലാം തന്നെ റൗണ്ട് ആയിട്ടുള്ള, പിന്നെ AC എല്ലാം തന്നെ റൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും പോർഷൻ ഒരു സിൽവർ അലൂമിനിയം ഫിനിഷ് ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗിലാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. മൾട്ടി ഫംഗ്ഷൻ എന്ന് പറയാം, കാരണം ഇതിൽ സൗണ്ട്, പിന്നെ സ്റ്റീരിയോന്റെ സൗണ്ട് കുറയ്ക്കാനും കൂട്ടാനുള്ളതും പിന്നെ ചാനൽസ് മാറ്റാനുള്ള ബട്ടൺസ് ഇതിലേ ഉള്ളൂ. പിന്നെ മീറ്ററും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലിയർ മീറ്റേഴ്സ് ആണ്. റൗണ്ട് ആയിട്ടുള്ള ഒരു ഡയൽ ഉണ്ട്. 1, 2, 3, 4 ഡയൽസ് ആണ് വരുന്നത്. ഇത്രയും ഡയൽസ് വരുന്നതിലെല്ലാം തന്നെ റൗണ്ട് ഫീച്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിലുള്ള ആ ഒരു ഫിനിഷ് എല്ലാം തന്നെ ഒരു റഗഡ് ലുക്ക് ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ സെന്റർ കൺസോളിൽ വരുന്ന ഗിയർ ലിവർ, അതും ഒരു ഓട്ടോമാറ്റിക് ഗിയർ ലിവർ ആണെങ്കിൽ കൂടി അതിന് കൊടുത്തിരിക്കുന്ന നോബിന്റെ ഷേപ്പും ഡിസൈനും അതും ഒരു തനി ഒരു ഓഫ് റോഡേഴ്സിന് അല്ലെങ്കിൽ തനി റഗഡ് ലുക്കുള്ള രീതിയിലാണ്. പിന്നെ ഒരു ഫുള്ളി ഒരു ഓട്ടോമേറ്റഡ് വെഹിക്കിൾ അല്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ആണെങ്കിലും 4-wheel ഡ്രൈവ് സിസ്റ്റം എല്ലാം തന്നെ മാനുവലി ഓപ്പറേറ്റഡ് ആണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രാൻസ്ഫർ കേസിലേക്കുള്ള ലിവർ വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇത്രയും വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹാൻഡ് ബ്രേക്കിന് കൊടുത്തിരിക്കുന്ന ലിവറും അതും ഒരു റൗണ്ടും അതിന്റെ മേലെ റബ്ബർ ഫിനിഷെല്ലാം കൊടുത്ത് മൊത്തത്തിൽ ഒരു ഓഫ് റോഡേഴ്സിന് തനതായ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇന്റീരിയർ ഡിസൈൻ ട്രെൻഡാണ് ഇതിലുള്ളത്. പിന്നെ സീറ്റ്സ് വളരെ കംഫർട്ടബിൾ, ഒരു ലക്ഷറിയസ് സീറ്റ് എന്ന് പറഞ്ഞൂടാ. പക്ഷെ ഒരു ഓഫ് റോഡ് എല്ലാം സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ്. കാരണം ലംബർ സപ്പോർട്ട് അത്യാവശ്യമുണ്ട്, പിന്നെ തായ് സപ്പോർട്ടും അത്യാവശ്യമുണ്ട്. പിന്നെ വലിയ ഹൈറ്റ് ഇല്ല, എന്നാലും നമുക്ക് ഒരു സപ്പോർട്ടെല്ലാം ഹെഡ് റെസ്റ്റിന് ശരിക്കും കിട്ടുന്ന രീതിയിലുള്ളത്. ഹാൻഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ് ആണ്. അത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പല ഹൈറ്റിലും വെക്കാൻ പറ്റുന്നുണ്ട്. ഇത്രയാണ് ഫ്രണ്ട് സീറ്റ് പറയാനുള്ളത്. പക്ഷെ ബാക്ക് സീറ്റ് ആണ് അടുത്ത ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു പോരായ്മ എനിക്ക് തോന്നി. കാരണം കുറച്ച് ക്രാംഡ് ആയിട്ടുള്ള ഒരു ബാക്ക് സീറ്റ് ഏരിയ ഉള്ളത്. എസ്പെഷ്യലി ഈ ഡോറ് ടൈപ്പ് ഈ ഒരു സെപ്പറേറ്റ് ഡോർ എല്ലാം ആയതുകൊണ്ട് അത് തുറന്ന് കയറുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി കുറച്ച് തടിയുള്ള ആളുകളെല്ലാം ആകുമ്പോൾ നമുക്കത് കയറലും ഇറങ്ങാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതൊരു യങ്സ്റ്റേഴ്സിന്റെ ഒരു വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ഇപ്പം ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലീനായിട്ടുള്ള ആളുകൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇനി അല്പം ഫ്രണ്ട് സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണെങ്കിലും കയറൽ ബുദ്ധിമുട്ടില്ല. അല്ലാതെ ഒരു നോർമൽ ഒരു ഫാമിലിയിലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു ചിലപ്പോൾ ഒരു കംഫർട്ടബിൾ ആവില്ല. അതിന്റെ എൻട്രിയും എക്സിറ്റും പിന്നെ സീറ്റിന്റെ സ്പേസ് എല്ലാം. പിന്നെ ഈ ഒരു പ്രത്യേക വെഹിക്കിളിന് എസ്പെഷ്യലി ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ലൊരു ആംഫിയർ എല്ലാം നമ്മൾ കൊടുത്തുകൊണ്ട് നല്ലൊരു എഫക്ട് കിട്ടുന്നുണ്ട് സൗണ്ടിൽ. അതൊരു യങ്സ്റ്റേഴ്സിന് ഒരു ബോയിലിംഗ് ബ്ലഡിന് വേണ്ട രീതിയിലുള്ള ടൈപ്പ് ഓഫ് സൗണ്ട് സിസ്റ്റം ആണുള്ളത്. മൊത്തത്തിൽ ഇതൊരു യങ് വെഹിക്കിൾ ആണെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇന്റീരിയർ ആവട്ടെ എക്സ്റ്റീരിയർ ആവട്ടെ രണ്ടിലൊരു യങ് എന്തൂസിയാസ്റ്റിക് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഡ്രൈവിംഗിലും അങ്ങനെ തന്നെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവിലൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ടൊയോട്ട FJ ക്രൂസറിൽ കൊടുത്തിരിക്കുന്ന ഒരു 4 ലിറ്റർ V6 പെട്രോൾ എഞ്ചിനാണ്. സ്പെസിഫിക്കലി പറഞ്ഞാൽ 3956cc VVTi പെട്രോൾ എഞ്ചിനാണ്. ഇതിന് 233 bhp പവറും 377 Nm ആണ് ടോർക്ക്. ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന 5 സ്പീഡ് ഓട്ടോ ഗിയർ ബോക്സ് ആണ്. ടൊയോട്ടയുടെ തന്നെ ഡെവലപ്പ് ചെയ്ത ഗിയർ ബോക്സ് ആണിത്. ഇതിനോട് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്ഫർ കേസ്, 4-wheel ഡ്രൈവിന് വേണ്ട ട്രാൻസ്ഫർ കേസ്, ലോ റേഞ്ച് സിസ്റ്റം അടക്കമുള്ള ഒരു ട്രാൻസ്ഫർ കേസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡിങ്ങിന് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബോഡി വെയിറ്റ് കുറവായതുകൊണ്ട് ഈ ഒരു എഞ്ചിന് നല്ലൊരു ഓൺ റോഡ് പെർഫോമൻസും
എസ്പെഷ്യലി സ്റ്റണ്ട് ഡ്രൈവിംഗ് എല്ലാം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പെർഫോമൻസ് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ വെരി എക്സൈറ്റിംഗ് വെഹിക്കിൾ ടു ഡ്രൈവ്. ഈ FJ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു എന്തൂസിയാസ്റ്റിക് മെഷീനായിട്ട് തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചൊരു ബോഡി വെയിറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ ഇതിന് എഞ്ചിൻ പവർ ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ മൊത്തം ട്യൂണിങ് എല്ലാം തന്നെ ഉള്ളത്. വലിയൊരു എഞ്ചിനൊന്നും അല്ല, 4 ലിറ്റർ V6 ആണ്. എന്നാലും അതിനേക്കാൾ ഏറെ ഉള്ളൊരു പെർഫോമൻസ് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി ഒരു ബോഡി വെയിറ്റ് കുറവുള്ളത് കൊണ്ട് ശരിക്കും ആ ഒരു ബോഡി ഈ ഒരു ഡ്രൈവ് ഫീല് നമുക്ക് ശരിക്കും കിട്ടുന്ന രീതിയിലുള്ള. പിന്നെ കൂടുതലൊരു മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് വെഹിക്കിളാണ് ഇത്. കാരണം നമ്മൾ പല ലക്ഷറി വെഹിക്കിൾസ് യൂസ് ചെയ്യുമ്പോഴും ഫുള്ളി ഓട്ടോമേറ്റഡ് ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ് അധികം നമ്മൾ ഡ്രൈവ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് കുറെ കൂടി എനിക്കെല്ലാം ഇഷ്ടമുള്ള രീതിയിൽ കുറെ കൂടി ഒരു മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് വെഹിക്കിളാണ്. കാരണം ഈവൻ ദോ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണെങ്കിലും ഇപ്പം മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് മാനുവൽ ആണുള്ളത്. പിന്നെ അതിനെല്ലാം ഉപരി 4 വീൽ ഡ്രൈവ് സെലക്ഷൻ എല്ലാം തന്നെ സാധാരണ കൺവെൻഷണൽ ആയിട്ട് വരുന്ന ഒരു 4 വീൽ ഡ്രൈവ് ലിവർ സെപ്പറേറ്റ് ആയിട്ട് വന്നു. അത് നമുക്ക് 4 വീൽ ഡ്രൈവ് ഹൈയോ ഇനി അതെല്ലാം ന്യൂട്രൽ ആക്കിയിട്ടോ ഇനി അതെല്ലാം 4 വീൽ ഡ്രൈവ് ലോ ഏതോ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളൊരു